ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വിജയകരമായ 4 വർഷങ്ങൾ പൂർത്തീകരിച്ച് 5ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വൈവിധ്യപൂർണമായ ഒട്ടേറെ പരിപാടികളാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ സർവതല സ്പർശിയായ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന എൻ്റെ കേരളം പ്രദർശനമേള ഇന്നലെ വൈകിട്ട് നമ്മുടെ ജില്ലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മുടെ ആരാധ്യനായ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം ഇന്ന് നമ്മൾ സംഘടിപ്പിക്കപ്പെട്ടുള്ളത്. നമ്മുടെ ജില്ലയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ബഹുമാന്യരായവരുടെ അറിവും അനുഭവവും പങ്കുവെക്കുന്നതിനാണ് ഈ ജില്ലാതല യോഗം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആരാധ്യനും ആദരണീയനുമായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. ഏറ്റവും ബഹുമാനപുരസ്സരം കേരളത്തിൻ്റെ അഭിമാനമായ പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ കെ കൃഷ്ണൻകുട്ടി, വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥികളായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അവർകളെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ AK ശശീന്ദ്രൻ, വനംവകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രിയെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന MLAമാർ, ശ്രീ മമ്മിക്കുട്ടി, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. A പ്രഭാകരൻ, ബഹുമാനപ്പെട്ട MLA, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുമോദ് MLA, അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA, വളരെ സ്നേഹാദരങ്ങളോടെ അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് K പ്രേംകുമാർ, അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ KD പ്രസേനൻ MLA, വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മുഹമ്മദ് മൊഹസിൻ MLA, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ K ബാബു MLA, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ കളക്ടർ ശ്രീ പ്രിയങ്ക, അവരെയും വളരെ സ്നേഹാദരങ്ങളോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാവിലെ തന്നെ വളരെ കൃത്യസമയത്ത് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ K കൃഷ്ണൻകുട്ടി അവർകളെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, മറ്റ് വേദിയിലുള്ള ബഹുമാനപ്പെട്ട MP രാജേഷ്, തദ്ദേശഭരണ വകുപ്പ് എക്സൈസ് പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ അനിൽ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഡോക്ടർ VK രാമേന്ദ്രൻ, ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ, മറ്റ് വേദിയിലുള്ള MLA, ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരായ MLAമാരെ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, പ്രതിനിധികളെ, (2016) മുതൽ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ച പ്രകടനപത്രികയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ പുരോഗതി ഓരോ വർഷവും ജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്ത് മാറ്റങ്ങളൊന്നും നടക്കില്ലെന്നും പ്രഖ്യാപിക്കപ്പെട്ട പല പദ്ധതികളും പ്രായോഗികമാവില്ലെന്നുമുള്ള നിരാശാജനകമായ കാലഘട്ടമായിരുന്നു 2016 മുമ്പ് കേരളത്തിൽ.
പൊതുവെ ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരം പദ്ധതികൾ നടപ്പിൽ വന്നതോടുകൂടി ജനങ്ങളുടെ മനോഭാവത്തിൽ തന്നെ വലിയ മാറ്റം വന്നു. ദേശീയപാതാ വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, ഇടമൺ കൊച്ചി പവർ ഹൈവേ എന്നിവയെല്ലാം നടക്കില്ലെന്ന് കരുതി അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യാൻ വന്നവർ തിരികെ പോയ നാടാണ് നമ്മുടേത്. അതെല്ലാം ഇപ്പോൾ നല്ല നിലയിൽ നടക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വാസയോഗ്യമായ പാർപ്പിടം, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം തുടങ്ങിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നാം അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കുന്നു. രാജ്യത്ത് ആദ്യമായി സംസ്ഥാനത്തെ അതിദാരിദ്ര്യരെ പ്രത്യേകം കണ്ടെത്തുകയും നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ അത്തരം അതിദാരിദ്ര്യാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കാനുള്ള പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കി വരുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. അപ്രകാരം രാജ്യത്തിനാകെ മാതൃകയാകുന്ന തരത്തിൽ സമസ്ത മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവിധ പദ്ധതികൾ ഏറ്റെടുക്കുകയും ഇച്ഛാശക്തിയോടെ നടപ്പിലാക്കി വരികയും ചെയ്യുന്നു. ഒരു നവകേരളം സൃഷ്ടിക്കുന്നതിന് വിവിധ പദ്ധതികൾ ഏറ്റെടുക്കുമ്പോൾ സമൂഹത്തിലെ നാനാതുറകളിലുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടും സ്വീകരിച്ചുമാണ് ഈ സർക്കാർ പ്രയാണം തുടർന്നത്. വരും നാളുകളിലെ വികസന പ്രവർത്തനങ്ങൾ നാടിൻ്റെ അഭിപ്രായം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിൽ നിന്നായി 500 പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ 14 ജില്ലകളിലും നേരിട്ടെത്തി ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഒരു നവകേരള സൃഷ്ടിക്കായി ലക്ഷ്യമിടുന്നു. എക്കാലം സമസ്ത മേഖലയിലെയും ജനങ്ങളെ കൈകോർത്ത് പിടിച്ച് അക്ഷീണം പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ എല്ലാ ആദരവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മുഖാമുഖം പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, 2021 മെയ് മാസത്തിൽ അധികാരത്തിലേറിയ LDF സർക്കാരിൻ്റെ 4ാം വർഷം പൂർത്തിയാവുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി 4 വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് ഓരോ ജില്ലയിലും ഇപ്പോൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ 2021 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികമാണെങ്കിലും
2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് 2021 ജനങ്ങൾ തുടർഭരണം LDF സർക്കാരിനെ ഏൽപ്പിച്ചത്. അപ്പം അങ്ങനെ നോക്കിയാൽ 2016 മുതൽക്കുള്ള 9 വർഷം പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. അങ്ങനെയും അത് എടുക്കാവുന്നതാണ്. ഈ 9 വർഷക്കാലവും കേരളത്തിൽ LDF സർക്കാർ സ്വീകരിച്ച പ്രത്യേക രീതിയുണ്ടായിരുന്നു. 2016 തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ LDF പുറത്തിറക്കിയ പ്രകടന പത്രിക, 2021 LDF പുറത്തിറക്കിയ പ്രകടന പത്രിക,